ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഏറെ സന്തോഷിക്കേണ്ട ഒരു സുദിനമാണ്. കാരണം നമ്മുടെ കർത്താവ് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ಇಂದು ನಮ್ಮೆಲ್ಲರಿಗೂ ಬಹಳ ಸಂತೋಷದ ದಿನವಾಗಿದೆ. ಅದಕ್ಕೆ ಕಾರಣ ನಮ್ಮ ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರು ಪುನರುತ್ಥಾನ ಹೊಂದಿದ್ದಾರೆ. പൗലോസ്ലീഹ കൊറിന്ത്യസ്യർക്ക് എഴുതിയ തൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു. 1 ಕೊರಿಂಥ 15ನೇ ಅಧ್ಯಾಯ ವಚನ 14ರಲ್ಲಿ ಸಂತ ಪೌಲರು ಹೀಗೆ ಹೇಳುತ್ತಾರೆ. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ಕ್ರಿಸ್ತ ಯೇಸು ಪುನರುತ್ಥಾನವಾಗಲಿಲ್ಲ ಎಂದರೆ ನಮ್ಮ ಬೋಧನೆ ಬರಿದು ನಿಮ್ಮ ವಿಶ್ವಾಸವೂ ಬರಿದು. പൗലോസ്ലീഹ ഉറപ്പായിട്ട് പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ ഇത്രമാത്രം സന്തോഷത്തോടെ പ്രസംഗിക്കുന്നത്, ഞങ്ങളിങ്ങനെ ജീവിക്കുന്നത് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണെന്ന്. ಸಂತ ಪೌಲರು ಸಂತೋಷದಿಂದ ವಿಶ್ವಾಸದಿಂದ ಹೇಳುವ ಮಾತು ಏನೆಂದರೆ, ನಾವು ಇಷ್ಟು ಕಷ್ಟ ಸಂಕಟಗಳನ್ನು ಸಹಿಸಿಕೊಂಡು ನಾವು ಜೀವಿಸುತ್ತಿರುವುದು ನಮ್ಮ ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರು ಪುನರುತ್ಥಾನ ಹೊಂದಿದ್ದಾರೆ ಎಂಬ ಸತ್ಯದ ಮೇರೆಗೆ. ഈശോയുടെ ഉയർപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോയുടെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും ഈശോയുടെ മരണത്തെക്കുറിച്ചും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ಯೇಸುವಿನ ಪುನರುತ್ಥಾನವನ್ನು ನಾವು ಧ್ಯಾನಿಸುವ ಮೊದಲು ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರ ಕಷ್ಟ ಸಂಕಟಗಳು, ಶಿಲುಬೆಯ ಯಾತನೆಯನ್ನು ನಾವು ನೋಡಬೇಕಾಗಿದೆ. എന്തിന് ഈശോ ഇത്രമാത്രം സഹിച്ചു, കഷ്ടപ്പെട്ടു, എന്തിന് മരിച്ചു? അത് നമ്മൾ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ಯಾತಕ್ಕಾಗಿ ಪ್ರಭು ಯೇಸು ಶಿಲುಬೆಯ ಮೇಲೆ ಇಷ್ಟು ಯಾತನೆಯನ್ನು ಅನುಭವಿಸಿದರು, ಯಾತಕ್ಕಾಗಿ ಅವರು ಮರಣ ಹೊಂದಿದರು ಎಂಬುದನ್ನು ಸಹ ನಾವು ತಿಳಿದುಕೊಳ್ಳಬೇಕಾಗಿದೆ. നമ്മൾ ജീവിതത്തിലെ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്, ഞാനും സങ്കടങ്ങളിലൂടെ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಕಷ್ಟಗಳು, ಸಂಕಟಗಳು, ಯಾತನೆಗಳು ನಮ್ಮ ಜೀವಿತದ ಪ್ರಯಾಣದಲ್ಲಿ ಬರುವಾಗ ನಮಗೆ ತಿಳಿದಿರಬೇಕಾದ ಒಂದು ವಿಷಯ, ಯೇಸು ಕ್ರಿಸ್ತರು ತೋರಿಸಿಕೊಟ್ಟ ಪಾಠ, ನಾನು ಸಹ ಇಂಥ ಕಷ್ಟ ಸಂಕಟ ಯಾತನೆಗಳನ್ನು ದಾಟಿ ಬಂದಿದ್ದೇನೆ. കഷ്ടതകളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിനെ വിജയിച്ചുകൊണ്ട് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ക്രിസ്തു നമ്മളോട് പറയുക. ಕಷ್ಟ ಸಂಕಟಗಳನ್ನು ಅನುಭವಿಸಿದ್ದು ಮಾತ್ರವಲ್ಲ, ಅವುಗಳನ್ನು ಜಯಿಸಿ ಪುನರುತ್ಥಾನ ಹೊಂದಿದ್ದೇನೆ ಎಂಬುದನ್ನು ಸಾಕ್ಷೀಕರಿಸುತ್ತಿದ್ದಾರೆ. ഈശോയുടെ കല്ലറയിലേക്ക് പോയ മഗ്ദലന മറിയമാകട്ടെ, മറ്റേ മറിയമാകട്ടെ, സലോമി ആകട്ടെ, ശിഷ്യന്മാരാകട്ടെ, അവർ പ്രതീക്ഷിച്ചത് ഈശോയുടെ ശരീരം മാത്രമാണ്. ಪ್ರಭು ಯೇಸುವಿನ ಸಮಾಧಿಯ ಬಳಿ ಹೋಗಿದ ಮ್ಯಾಗ್ದಲೇನ್ ಮರಿಯಾ ಮತ್ತೆ ಸಲೋಮಿ ಎಂಬ ಸ್ತ್ರೀಯರು ಮತ್ತು ಶಿಷ್ಯರು ಅವರೆಲ್ಲರೂ ಎದುರು ನೋಡಿದ್ದು ಅಲ್ಲಿ ಪ್ರಭು ಯೇಸುವಿನ ಪಾರ್ಥಿವ ಶರೀರವನ್ನು ಮಾತ್ರ. അവർക്ക് കാണേണ്ടത് ഈശോയുടെ മരിച്ചു കിടക്കുന്ന ശരീരമാണ്. പക്ഷെ അവർ അതവിടെ കണ്ടില്ല. ಅವರು ನೋಡಲು ಬಯಸಿದ್ದು ಯೇಸುವಿನ ಪಾರ್ಥಿವ ಶರೀರವನ್ನು, ಆದರೆ ಅಲ್ಲಿ ಯೇಸುವಿನ ಮೃತ ಶರೀರ ಇರಲಿಲ್ಲ. കാരണം ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിരുന്നു. ಕಾರಣ ಪ್ರಭು ಯೇಸು ಪುನರುತ್ಥಾನ ಹೊಂದಿದ್ದರು. ജീവിതത്തിന്റെ മേഖലകളിൽ നീ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, നിനക്ക് രോഗമുണ്ടെങ്കിൽ, നിനക്ക് കഷ്ടതയുണ്ടെങ്കിൽ, നീ എന്നും അത് മാത്രം കാണേണ്ട വ്യക്തിയല്ല. ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ರೋಗಗಳು, ಕಷ್ಟ ಸಂಕಟಗಳು, ಯಾತನೆಗಳು ಇದ್ದರೆ ಬರೀ ನೀನು ಅದನ್ನು ಮಾತ್ರ ನೋಡುತ್ತಾ ಇರಬೇಡ. നിന്റെ കഷ്ടതകൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ, അതിക്കും മേലൊരു കർത്താവുണ്ട്. എല്ലാത്തിനെയും വിജയിച്ച ഒരു കർത്താവ്. ആ കർത്താവ് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ ഉയർപ്പിക്കും. ನಿನ್ನ ಕಷ್ಟ ಸಂಕಟಗಳು, ಯಾತನೆಗಳ ಸಮಯದಲ್ಲಿ ಇವೆಲ್ಲವುಗಳನ್ನ ಜಯಿಸಿದ ಪ್ರಭು ಯೇಸು ನಮ್ಮ ಕಣ್ಣ ಮುಂದೆ ಇರಲಿ. ಅವೆಲ್ಲವುಗಳನ್ನ ಜಯಿಸಿದ ಪ್ರಭು ಯೇಸು ನಿಮ್ಮನ್ನು ಸಹ ಕಷ್ಟ ಸಂಕಟಗಳಿಂದ ಪುನರುತ್ಥಾನಗೊಳಿಸುವವರಾಗಿದ್ದಾರೆ. പ്രിയ സഹോദര സഹോദരി, ഈ ഈസ്റ്റർ ദിനത്തിൽ ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിന്റെ ദുഃഖങ്ങൾ നിലനിൽക്കുന്നതല്ല. ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, ಈ ಪುನರುತ್ಥಾನದ ಹಬ್ಬದ ಸಮಯದಲ್ಲಿ ನಿಮಗೆ ಹೇಳಬೇಕಾಗಿದ್ದ ಒಂದೇ ಒಂದು ವಿಷಯ ಏನೆಂದರೆ, ನಿಮ್ಮ ಕಷ್ಟ ಸಂಕಟ ದುಃಖಗಳು ಶಾಶ್ವತವಲ್ಲ. നിന്റെ ജീവിതത്തിലെ ആകട്ടെ, നിന്റെ കുടുംബത്തിലെ ആകട്ടെ, ഏത് മേഖലകളും കഷ്ടതകൾ എന്തുമാകട്ടെ, ഇത് ക്രിസ്തുവിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ അത് ഉയർപ്പിക്കപ്പെടും, അത് രൂപാന്തരപ്പെടും. ನಿನ್ನ ಜೀವಿತದ ಪ್ರಯಾಣದಲ್ಲಿ ನಿನ್ನ ಕಷ್ಟ, ಸಮಸ್ಯೆ, ಸಾಲಬಾಧೆ, ರೋಗಗಳು ಏನೇ ಇದ್ದರೂ ಸಹ ಅದನ್ನು ಯೇಸುವಿನೊಟ್ಟಿಗೆ ಸಮರ್ಪಿಸಿದಾಗ ಪ್ರಭು ಯೇಸು ಅವುಗಳನ್ನು ರೂಪಾಂತರಗೊಳಿಸಿ ಉಜ್ಜೀವನಗೊಳಿಸುವವರಾಗಿದ್ದಾರೆ. നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങളിലേക്ക് നോക്കിക്കൊണ്ട്, നിന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നിനക്കൊന്ന് പറയാമോ, ഉയർപ്പിക്കപ്പെട്ട ഒരു ക്രിസ്തു എനിക്കുണ്ട്.
ನೀನು ಕಷ್ಟ ಸಂಕಟಗಳ ಮಧ್ಯೆ, ಯಾತನೆಗಳ ಮಧ್ಯೆ ಇದ್ದು ನೀನು ಒಂದು ವಿಷಯವನ್ನು ಹೇಳಲು ಶಕ್ತನಾಗಿದ್ದೀಯೋ, പുനരുത്ഥാനരാದ യേശു നന്നൊന്തിಗಿದ್ದಾರೆ ಎಂಬುದಾಗಿ. പ്രിയ സഹോദര സഹോദരി, അങ്ങനെ ഒരു ക്രിസ്തു നമുക്കുണ്ടെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഈശോ ഉണ്ടെങ്കിൽ, പിന്നെ എന്തിനാ കരയുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, ಇಷ್ಟರ ಮಟ್ಟಿಗೆ ನಮ್ಮನ್ನು ಪ್ರೀತಿಸುವ ಪ್ರಭು ಯೇಸು ನಮ್ಮೊಂದಿಗಿರುವಾಗ ಯಾಕೆ ಚಿಂತಿಸುತ್ತೀರಿ, ಯಾಕೆ ದುಃಖಿಸುತ್ತೀರಿ? ഏത് കലങ്ങി മറിയുന്ന പുഴയും നദിയും ഒരു കാലത്ത് തെളിഞ്ഞു വരും. ಎಷ್ಟೇ ರಭಸವಾಗಿ ಬರುವಂತ ನದಿಯೂ ಸಹ ಒಂದು ಸಮಯದಲ್ಲಿ ಪ್ರಶಾಂತವಾಗಿ ಬಿಡುತ್ತದೆ. എത്ര ശക്തമായ മഴയും ക്രമേണ ശാന്തമാകും. ಎಷ್ಟು ರಭಸವಾಗಿ ಬೀಳುವ ಆರ್ಭಟಿಸುವ ಮಳೆಯೂ ಸಹ ಕ್ಷಣಕಾಲದ ನಂತರ ಪ್ರಶಾಂತವಾಗಿ ಬಿಡುತ್ತದೆ. ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും നീ ഒന്ന് കാത്തിരുന്നാൽ ശാന്തമാകും. കാരണം ഉയർപ്പിക്കപ്പെട്ട ഒരു ക്രിസ്തു നിന്റെ ജീവിതത്തിലുണ്ട്. ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಎಷ್ಟೇ ಸಮಸ್ಯೆಗಳು, ಬಿರುಗಾಳಿಗಳು, ಅಲೆಗಳ ರೀತಿಯಲ್ಲಿ ಇದ್ದರೂ ಸಹ ಅವೆಲ್ಲವೂ ಪ್ರಶಾಂತವಾಗುವುದು ಕಾರಣ ಪುನರುತ್ಥಾನರಾದ ಯೇಸು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ഈ സുദിനത്തിൽ ഒന്നേ പറയാനുള്ളൂ, നിന്റെ സങ്കടങ്ങൾക്ക് അവസാനമായി, നിന്റെ ദുഃഖങ്ങൾക്ക് അവസാനമായി, നിന്നെ അലട്ടുന്ന പീഡകൾക്ക് അവസാനമായി. ಈ ಶುಭ ದಿನದಲ್ಲಿ ನಿಮಗೆ ಹೇಳಬೇಕಾದ ಒಂದು ಶ್ರೇಷ್ಠ ವಿಷಯವೇನೆಂದರೆ, ನಿನ್ನ ಕಷ್ಟಗಳಿಗೆ ಸಮಾಪ್ತಿ ಉಂಟು, ನಿನ್ನ ದುಃಖಗಳಿಗೆ ತೀರ್ಮಾನ ಉಂಟು, ಅವೆಲ್ಲವೂ ಕಣ್ಮರೆಯಾಗಿ ಹೋಗುವುದು. നമുക്കിന്ന് സന്തോഷിക്കാൻ കാരണം മരണത്തെ പരാജയപ്പെടുത്തിയവൻ, പിശാചിനെ പരാജയപ്പെടുത്തിയവൻ, സകലത്തിനെ പരാജയപ്പെടുത്തിയവൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ಇಂದು ನಾವು ಸಂತೋಷಿಸಲು ಕಾರಣ ಏನೆಂದರೆ, ಮರಣವನ್ನ ಜಯಿಸಿದವರು, ಸೈತಾನನ ದುಷ್ಕೃತ್ಯಗಳನ್ನು ನಾಶ ಮಾಡಿದವರು, ಪುನರುತ್ಥಾನರಾದ ಪ್ರಭು ಯೇಸು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ഈ ഉയർപ്പ് ദിനത്തില്, ഈസ്റ്റർ ദിനത്തില് ഞങ്ങൾ ഒന്ന് ചേർന്ന് പറയട്ടെ, നമ്മൾ ശക്തരാണ്, ക്രിസ്തുവിൽ ശക്തരാണ്. ಈ ಹಬ್ಬದ ಸಮಯದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಒಟ್ಟಾಗಿ ಸೇರಿ ವಿಶ್ವಾಸದಿಂದ ಅರಿಕೆ ಮಾಡೋಣ, ನಾವು ಶಕ್ತಿಯುತರಾಗಿದ್ದೇವೆ, ಯೇಸುವಿನಲ್ಲಿ ಶಕ್ತಿಯನ್ನು ಪಡೆದುಕೊಂಡಿದ್ದೇವೆ. ഇനി കരയണ്ട, ഇനി സങ്കടപ്പെടേണ്ട, ഇനി ആകുലപ്പെടേണ്ട. ഇനി നമ്മൾ ഇവനെക്കുറിച്ച് പ്രസംഗിക്കുക ചെയ്യേണ്ടത്. എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു ക്രിസ്തു ഉണ്ടെന്ന് ശക്തമായിട്ട് പ്രസംഗിക്കണം, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം. ಇನ್ನು ದುಃಖ ಪಡಬೇಡಿ, ಅಳಬೇಡಿ, ಕಳವಳಗೊಳ್ಳಬೇಡಿ. ನನ್ನನ್ನು ಸಂತೈಸಿ ಬಿಡುಗಡೆ ಮಾಡಿದ ಶಕ್ತರಾದ ಯೇಸು ನನ್ನೊಟ್ಟಿಗಿದ್ದಾರೆ ಎಂದು ಪುನರುತ್ಥಾನರಾದ ಯೇಸುವಿನ ಶಕ್ತಿಯನ್ನು ಪರರಿಗೆ ನಾವು ತೋರಿಸಿಕೊಡಬೇಕಾಗಿದೆ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജിയാണ് മരണത്തെ പരാജയപ്പെടുത്തിയ ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെന്ന്, എന്നെ സ്നേഹിക്കുന്ന ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെന്ന്, എന്നെ മനസ്സിലാക്കുന്ന ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെന്ന്. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನಾವು ನಮ್ಮ ಮನಸ್ಸಿನಲ್ಲಿ ಇರಿಸಿಕೊಳ್ಳಬೇಕಾದ ಪಾಸಿಟಿವ್, ಸಕಾರಾತ್ಮಕ ವಿಷಯವೇನೆಂದರೆ, ಮರಣವನ್ನ ಜಯಿಸಿದ ಯೇಸು ನನ್ನೊಂದಿಗಿದ್ದಾರೆ, ನನ್ನನ್ನು ಇಷ್ಟರ ಮಟ್ಟಿಗೆ ಪ್ರೀತಿಸುವ ಪ್ರಭು ಯೇಸು ನನ್ನೊಂದಿಗಿದ್ದಾರೆ ಎಂದು ದೃಢ ವಿಶ್ವಾಸದಲ್ಲಿ ಜೀವಿಸೋಣ. ക്രിസ്തുവിനെ പ്രഘോഷിച്ചപ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സങ്കടമുണ്ടായിരുന്നു, പീഡകളുണ്ടായിരുന്നു, അസ്വസ്ഥതകളുണ്ടായിരുന്നു. പക്ഷേ അവർ തകർന്നു പോയില്ല. കാരണം ക്രിസ്തു അവരുടെ കൂടെ നടന്നു. ಪ್ರಭು ಯೇಸುವನ್ನು ಸಾಕ್ಷೀಕರಿಸುವಾಗ ಶಿಷ್ಯರು ಕಷ್ಟ ಸಂಕಟಗಳು, ಯಾತನೆಗಳನ್ನು ಅನುಭವಿಸಿದರು. ಆದರೆ ಅವರು ಯಾರು ದುಃಖ ಪಡಲಿಲ್ಲ, ಕಳವಳಗೊಳ್ಳಲಿಲ್ಲ. ಕಾರಣ ಪುನರುತ್ಥಾನರಾದ ಪ್ರಭು ಯೇಸು ಅವರೊಂದಿಗಿದ್ದು ಅವರನ್ನು ಮುನ್ನಡೆಸುತ್ತಿದ್ದರು. ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു നിന്റെ കൂടെയുണ്ട്. നിന്റെ പ്രവർത്തനങ്ങളിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ സങ്കടങ്ങളിൽ, നീ വഴിമുട്ടിയ അവസരത്തിൽ അവൻ നിന്റെ കൂടെയുണ്ട്. ಪುನರುತ್ಥಾನರಾದ ಪ್ರಭು ಯೇಸು ನಿನ್ನ ಕಷ್ಟದಲ್ಲಿ, ನಿನ್ನ ಸಂಕಟದಲ್ಲಿ, ನೀನು ದಾರಿ ತಪ್ಪಿದ ಸಮಯದಲ್ಲಿ ಅವರೇ ನಿನ್ನೊಂದಿಗಿದ್ದು ನಿನ್ನನ್ನು ಮುನ್ನಡೆಸುವವರಾಗಿದ್ದಾರೆ. ആ ക്രിസ്തുവിലേക്ക് ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെ സമർപ്പിക്കാം. ಆ ಪ್ರಭು ಯೇಸುವಿನಲ್ಲಿ ನಮ್ಮ ಕುಟುಂಬಗಳನ್ನು, ನಮ್ಮ ಜೀವನವನ್ನು, ನಮ್ಮೆಲ್ಲ ಪ್ರಾರ್ಥನೆಗಳನ್ನು ಈ ದಿನ ಸಮರ್ಪಿಸೋಣ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. ಒಂದು ಕ್ಷಣ ಕಾಲ ನಮ್ಮ ಕಣ್ಗಳನ್ನು ಮುಚ್ಚಿ ಕರಗಳನ್ನು ಜೋಡಿಸೋಣ. നല്ലവനായ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി മരണത്തെ പരാജയപ്പെടുത്തിയവനെ, ಒಳ್ಳೆಯವನಾದ ಪ್ರಭು ಯೇಸುವೆ, ನಮಗೋಸ್ಕರ ಮರಣವನ್ನು ನಾಶ ಮಾಡಿದ ಯೇಸುವೆ, ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. ನಾವಿರುವ ಸ್ಥಿತಿಗತಿಗಳಲ್ಲೇ ನಮ್ಮನ್ನು ನಿಮಗೆ ಸಮರ್ಪಣೆ ಮಾಡುತ್ತಿದ್ದೇವೆ. ഞങ്ങളുടെ ജീവിതത്തിലെ രോഗാവസ്ഥകള്,
ನಮ್ಮ ಜೀವಿತದಲ್ಲಿರುವ ರೋಗ ಬಾಧೆಗಳು, ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകള്, ನಮ್ಮ ಜೀವಿತದಲ್ಲಿರುವ ಕಷ್ಟ ಸಂಕಟಗಳು, ഞങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ഞെരുക്കങ്ങള്, ನಮ್ಮ ಜೀವಿತದಲ್ಲಿರುವ ಸಾಲದ ಸಮಸ್ಯೆಗಳು, ഞങ്ങളുടെ ആകുലതകള്, ನಮ್ಮ ಎಲ್ಲ ವ್ಯಾಕುಲತೆಗಳು, ഞങ്ങളുടെ മക്കളെ കുറിച്ചുള്ള കാര്യങ്ങള്, ನಮ್ಮ ಮಕ್ಕಳ ಕುರಿತಿರುವ ಚಿಂತೆ, ഞങ്ങളുടെ ഭാവി കാര്യങ്ങള്, ನಮ್ಮ ಮುಂದಿನ ದಿನದ ಚಿಂತೆ, ഞങ്ങളെ അലട്ടുന്ന എല്ലാ കാര്യങ്ങളും ನಮ್ಮನ್ನು ಕಳವಳಗೊಳಿಸುವ ಎಲ್ಲಾ ಕಾರ್ಯಗಳು, ഞങ്ങൾക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ടവനെ ನಮಗಾಗಿ ಪುನರುತ್ಥಾನಗೊಂಡ ಯೇಸುವೆ, നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ನಿನ್ನ ಪ್ರಸನ್ನತೆಗೆ ಸಮರ್ಪಣೆ ഞങ്ങൾ ಮಾಡುತ್ತೇವೆ. വിശ്വസിക്കുന്നു, ನಾವು ನಂಬಿದ್ದೇವೆ, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ನಾವು ಶಕ್ತಿಯುತವಾಗಿ ನಂಬಿದ್ದೇವೆ. ഇതിന്റെ എല്ലാം മീതെ ಇವೆಲ್ಲವುಗಳ ಮೇಲೆ നീ കടന്നു വരുമെന്ന്, ನೀವು ಹಾದು ಹೋಗಿರಿ, നീ ഞങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന്, ನೀವು ನಮ್ಮನ್ನು ಶಕ್ತಿಪಡಿಸಿರಿ, നീ ഞങ്ങൾക്കൊരു പുതിയ ജീവൻ നൽകുമെന്ന്, ನೀವು ನಮಗೆ ಹೊಸ ಜೀವವನ್ನು നീ ನೀಡುವಿರಿ, ഞങ്ങൾക്കൊരു പുതിയ പ്രതീക്ഷ നൽകുമെന്ന് ನೀವು ನಮಗೆ ಹೊಸ ನಿರೀಕ್ಷೆಯನ್ನು ಅನುಗ್ರಹಿಸುವಿರಿ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ನಾವು ಸಂಪೂರ್ಣವಾಗಿ ನಂಬಿದ್ದೇವೆ, ഇതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ಆದ ಕಾರಣ ಸಂತೋಷಿಸುತ್ತೇವೆ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ನಿಮ್ಮನ್ನು ನಾವು ಮಹಿಮೆ ಪಡಿಸುತ್ತೇವೆ. ಕಾರಣ ഞങ്ങൾക്ക് ശക്തനായ ഒരു ദൈവമുണ്ട്. ನಮ್ಮೊಟ್ಟಿಗೆ ಶಕ್ತನಾದ ದೇವರಿದ್ದಾರೆ. ഞങ്ങളെ അറിയുന്ന ഒരു ദൈവം, ನಮ್ಮನ್ನು ಅರಿತಂತ ದೇವರು, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, ನಮ್ಮನ್ನು ಪ್ರೀತಿಸುವ ದೇವರು, ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവം, ನಮಗಾಗಿ ಕಾರ್ಯ ಮಾಡುವ ದೇವರು ഞങ്ങളുടെ ഈശോയെ, ನಮ್ಮ ಯೇಸುವೇ ಆಗಿದ್ದಾರೆ. നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ಯೇಸುವೇ, ನಾವು ನಿಮ್ಮನ್ನು ಪ್ರೀತಿಸುತ್ತೇವೆ, നിന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ನಿಮಗೆ ನಮ್ಮನ್ನ ಸಮರ್ಪಣೆ ಮಾಡುತ್ತೇವೆ. ഞങ്ങളുടെ ജീവിതത്തെ ನಮ್ಮ ಜೀವನವನ್ನು നീ അനുഗ്രഹിക്കണമേ. ನೀವು ಆಶೀರ್ವದಿಸಿರಿ. ഞങ്ങളുടെ കഷ്ടതകൾ ನಮ್ಮ ಕಷ್ಟಗಳು വിട്ടുപോകട്ടെ. ಬಿಡುಗಡೆಯಾಗಲಿ. രോഗാവസ്ഥകളില് ರೋಗಗಳು നിന്റെ നാമത്തില് ನಿನ್ನ ನಾಮದ ಶಕ್ತಿಯಲ್ಲಿ സൗഖ്യമുണ്ടാകട്ടെ. ಸೌಖ್ಯವಾಗಿ ಮಾರ್ಪಡಲಿ. ഞങ്ങളുടെ പ്രശ്നങ്ങളില് ಎಲ್ಲಾ ಪ್ರಶ್ನೆಗಳು, നീ ഇടപെടട്ടെ. ಸಮಸ್ಯೆಗಳಲ್ಲಿ ನೀವು ಕಾರ್ಯ ಮಾಡಿರಿ. നിന്നെ നോക്കിക്കൊണ്ട് ನಿನ್ನನ್ನು ನೋಡಿಕೊಂಡು ഞങ്ങൾ പ്രഖ്യാപിക്കട്ടെ, ನಾವು ಸಾರುತ್ತಿದ್ದೇವೆ, ഞങ്ങൾക്ക് ശക്തനായ ഒരു ദൈവമുണ്ട്. ನಮಗೊಬ್ಬ ಶಕ್ತಿಯುತನಾದ ದೇವರಿದ್ದಾರೆ. ഈ നിമിഷം നമുക്ക് നമ്മളെ അലട്ടുന്ന എല്ലാ കാര്യങ്ങളെയും മൗനമായിട്ട് നമുക്കൊന്ന് സമർപ്പിക്കാം. ನಮ್ಮನ್ನು ಕಳವಳ ದುಃಖಪಡಿಸುತ್ತಿರುವ ಎಲ್ಲಾ ವಿಷಯಗಳನ್ನು മൗനವಾಗಿ യേಸುವಿಗೆ സമർപ്പിಸೋಣ. നല്ലവനായ കർത്താവേ, നിന്റെ നാമത്തിൽ ഇപ്പോൾ സമർപ്പിച്ച എല്ലാ കാര്യങ്ങൾക്കും ഉത്തരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഞങ്ങളെ കേൾക്കുന്ന ഇവര് നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ ജീവിത മേഖലകളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശരിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.